ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. നിങ്ങളെല്ലാവരും ഒരുപാട് കാലമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വീട് എങ്ങനെയാണ് വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്നുള്ളത്. വൈറ്റ് മെയിനായിട്ട് ഞാൻ എൻ്റെ നാട്ടിലത്തെ വീട് മൊത്തം വൈറ്റ് കളറാണ്. അപ്പം എല്ലാവരും ചോദിക്കലുണ്ട് ഇങ്ങനെ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ വീക്കിലി ഒരു 2 പ്രാവശ്യമായിട്ട് ഒരു സെർവൻറ്റ് വന്ന് ക്ലീനാക്കി പോവും. അത് ഞാൻ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർ കുറേ കാലമായി എനിക്ക്. അപ്പോൾ ആൾക്കറിയാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ക്ലോസ് ചെയ്ത് രണ്ടാമത് തിരിച്ച് വീണ്ടും ദുബായിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ പോണ സമയത്ത് എല്ലാം അവരെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് ക്ലിയർ ആക്കി കൊടുത്തിട്ടാണ് പോണത്. ആൾക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ യൂസ് ചെയ്യാനും ആക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ക്ലീനിങ്ങിന് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ തിരിച്ച് ദുബായിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ പോണതിൻ്റെ അന്ന് കാക്കൻ്റെ വാപ്പൻ്റെ ഖബർ സിയാറത്തിനും അതുപോലെ എൻ്റെ വാപ്പൻ്റെയും അങ്ങനെ നമ്മളെ മരിച്ച പ്രിയപ്പെട്ടവരെ കഴിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഖബർ സിയാറത്തിന് പോയി നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോണതിൻ്റെ മുന്നായിട്ട് കോഴിക്കോട് പാരഗണിന്നും ഭക്ഷണം കഴിച്ചിട്ട് പോവാണ്. അപ്പോൾ വീട്ടിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 ഉമ്മമാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പോണ വഴിക്ക് എവിടെയെങ്കിലും സൈഡാക്കി കഴിക്കാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു. പോകണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര തിക്കും തിരക്കും. എത്ര നമ്മൾ ഒരുങ്ങിയാലും ആ സമയമാകുമ്പോൾ ഒരു തിരക്കാണല്ലോ. അങ്ങനെ തിരിച്ച് നമ്മൾ ദുബായിലേക്ക് തന്നെ പോവാണ്. അപ്പം എയർപോർട്ടിൽ എത്തിയപ്പോൾ എൻ്റെ ബാഗ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബാഗ് കുറഞ്ഞിക്കണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടായി. പിന്നെ കറക്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ തിരിച്ച് ദുബായിലേക്കുള്ള പോണ ഓരോ കാര്യത്തിലും ഇതിലൊക്കെ ആയിട്ട് നമ്മൾ തിരക്കായി. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങിന് നമ്മൾ പ്രൊഫഷണൽ ക്ലീനേഴ്സിനെ വിളിക്കുന്നതും ആക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. തിരിച്ച് ദുബായിലെത്തിയപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതാത് സ്ഥാനത്ത് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പല ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് പിറ്റേന്ന് 10 ലഗേജോളം എനിക്ക് അതാത് സ്ഥാനത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ക്ലീനിങ് എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ടുള്ള ക്ലീനേഴ്സിനെ വിളിച്ചാണ്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ നമുക്ക് നാട്ടിലും അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ ഒരു 2 മന്ത്സോ 3 മന്ത്സൊക്കെ കൂടുമ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള ക്ലീനേഴ്സിനെ വിളിച്ചിട്ട് വീട് മൊത്തം ക്ലീൻ ആക്കിപ്പിക്കുക. ഇപ്പം നമുക്ക് വരുന്ന സർവൻറ്റിന് ചിലപ്പം ഈ ടെറസിൻ്റെ മുകളിലും ഇതൊന്നും കയറാൻ കഴിയില്ല. അപ്പോൾ ഇവരെ പോലുള്ള ക്ലീനേഴ്സിന് ഒരു 4 മാസമൊക്കെ കൂടുമ്പോൾ വിളിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.